ഹായ് ഓൾ, ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ലത്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനം കുളിർക്കെ നിറഭേദങ്ങൾ, മേള പെരുക്കങ്ങൾ, ചക്രവാളത്തിൻ കുടമാറ്റം. ഓക്കെ, അപ്പം ലത്തൻ ബത്തേരിയിലെ കാഴ്ചകൾ. ഞാൻ ആദ്യമായി ചവിട്ടുനാടകം കണ്ടത് എറണാകുളം TDM ഹാളിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ കലോത്സവത്തിൽ അവതരിപ്പിച്ച കാറൽസ്മാൻ ചരിതത്തിലെ കുറച്ച് രംഗങ്ങൾ മാത്രമായിരുന്നു. അന്ന് പല എറണാകുളംകാരും ആദ്യമായി ചവിട്ടുനാടകം കണ്ടു. അരങ്ങിൽ ഞാൻ കണ്ട മഹാദൃശ്യം എൻ്റെ കണ്ണുകൾ കണ്ടു ശീലിച്ച കായൽ പരപ്പിൻ്റെ തുറസ്സും അതിന്മേലുള്ള ശബ്ദകോലാഹലത്തെയും ഓർമ്മിപ്പിച്ചു. പാട്ടിൻ്റെ തമിഴ് കലർന്ന ഭാഷ എനിക്ക് മനസ്സിലായില്ല. കാറൽസ്മാൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്ത് പെത്ത ശത്രുവായ അൽബിറാദിൻ്റെ മകൻ പെരംബ്രാസ് കരിങ്കല്ല് തലയണയായി ഉപയോഗിച്ച് 3 രാവും പകലും കാവൽ കിടന്ന് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടുനാടകം തുടങ്ങിയത്. ചവിട്ടുനാടകത്തിൻ്റെ ഒരു പടമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൾക്കാർ കാണുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊട്ടാരത്തിൽ കാറൽസ്മാൻ്റെ പാരികളിൽ പ്രധാനിയും ചക്രവർത്തിയുടെ സഹോദരീ പുത്രനും അരുമയുമായ റോൾദാൻ ഒഴിച്ച് മറ്റാരും ഇല്ലായിരുന്നു. പെരംബ്രാസിൻ്റെ വെല്ലുവിളി കൂടുതൽ ഉച്ചത്തിലാവുന്നു. എന്നാൽ റോൾദാൻ ഒന്നും ചെയ്യുവാൻ തയ്യാറാകുന്നില്ല. ഈ നിഷ്ക്രിയത്വം കാറൽസ്മാനെ ചൊടിപ്പിക്കുന്നു. ചക്രവർത്തി ചെങ്കോലെടുത്ത റോൾദാൻ്റെ നെറ്റിക്ക് അടിക്കുന്നു. ചോര ചീറ്റുന്നു. റോൾദാൻ ദുരിതനായെന്ന തൻ്റെ വാളൂരുന്നു. റോൾദാൻ ദുരിന്താനെ എന്ന തൻ്റെ വാളൂരുന്നു. ഫ്രാൻസയുടെ ചക്രവർത്തി, ക്രിസ്തുമതത്തിൻ്റെ രക്ഷകൻ, റോൾദാൻ്റെ അമ്മയായ ബെഡത്തായുടെ സഹോദരൻ കാറൽസ്മാൻ ദുരിന്താനയ്ക്ക് ഇരയാകുന്നതിന് മുമ്പ് പടയാളികൾ ചക്രവർത്തിയെ രക്ഷിക്കുന്നു. പിന്നെ കാറൽസ്മാൻ്റെ ഉഗ്രകൽപ്പന, റോൾദാൻ്റെ തല വെട്ടുക. അന്ന് ആദ്യമായി ഫ്രാൻസിലെ സൈനികർ ചക്രവർത്തിയുടെ ശാസനം അനുസരിച്ചില്ല. റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു. നാടകം തുടങ്ങിയതിനു ശേഷം അവസാന രംഗം കഴിഞ്ഞ് TDM ഹാളിലെ നീല കർട്ടൻ രണ്ടറ്റത്തു നിന്നും യാത്ര ചെയ്ത് നടുവിൽ സന്ധിക്കുന്നതുവരെ ഞാൻ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു. അമ്മ ചോദിച്ചു, കൊച്ചെന്താണ് എന്നെ അള്ളിപ്പിടിക്കണത്? അതിനുത്തരം എൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു. അതിനുശേഷം ഞാൻ വല്ലപ്പോഴേ ചവിട്ടുനാടകം കണ്ടുള്ളൂ. ലത്തൻ ബത്തേരിയിലെ ലുത്തിയനികൾ NS മാധവൻ്റെ കഥയാണ്. അപ്പോൾ അതിനകത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം ചവിട്ടുനാടകം കാണാൻ പോയി. അന്ന് ആദ്യമായിട്ടാണ് ചവിട്ടുനാടകം കണ്ടത്. എറണാകുളം TDM ഹാളിലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ചവിട്ടുനാടകം. അപ്പോൾ അതിനുശേഷം ആ ഒരു ചവിട്ടുനാടകത്തിലെ കുറച്ച് രംഗങ്ങളാണ് പറയുന്നത്. അത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. അതിന് ശേഷം ഈ നമ്മുടെ ചവിട്ടുനാടകമൊക്കെ കഴിഞ്ഞ് കർട്ടനൊക്കെ വീണ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. അതിനുശേഷം വല്ലപ്പോഴേ ചവിട്ടുനാടകം കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത പാർട്ട് 2 നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും ഒന്ന് സ്വന്തമായിട്ടൊന്ന് 1-2 വട്ടമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴത്തേന് പാഠഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു ആശയം നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ അറിയാം. എല്ലാം തന്നെ എഴുതാനൊക്കെ വരുന്നത്. അപ്പം നമുക്ക് തന്നെത്താനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. കഥ മനസ്സിലാക്കിയിരിക്കണം, അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു.